ഹായ് എവ്രി വൺ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണം. നമ്മളും അതാണ് ഫോളോ ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു? അപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. പണ്ടത്തെ പോലെ തന്നെ ആവുകയാണെല്ലാം. നമ്മളെങ്ങനെ ജോലിക്ക് പോകും അത് ഓർത്തിട്ട് പറ്റുന്നില്ല. സ്കൂൾ തുറക്കാൻ പോകുന്നത് ട്യൂസ്ഡേ ആണ്. ഇനി നമ്മുടെ കയ്യിൽ സൺഡേ മൺഡേ ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. എന്നാ ചെയ്യുന്നൊരു പിടുത്തമില്ല. ഇന്ന് കുറച്ച് വർക്കൊക്കെ ഉണ്ട് ഞങ്ങൾക്കിവിടെ, അതൊക്കെ ചെയ്യണം. അതിന് മുമ്പ് ഇത് നമുക്ക് കുടിക്കാം. അപ്പം എൻ്റെ അവിടെ പോയടി, നിന്റെ അതിനകത്ത് കാണും. നമ്മളിപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റതേ ഉള്ളൂ. എണീറ്റപ്പോൾ തന്നെ ഈ വാർത്തയാണ് കേട്ടപ്പോൾ തന്നെ അങ്ങ് തല കറങ്ങിപ്പോയി. നമ്മളിനി എന്നാ ചെയ്യും? 2-2.5 മാസം അല്ലേ, 2-3 മാസം നമ്മൾ ചുമ്മാ ഇരുന്നു. രാവിലെ എണീക്കുക, അതും 11 മണിക്ക് ഫുഡ് കഴിക്കുക. ഫുഡ് ഉണ്ടാക്കുന്നവരാണ് ഉണ്ടാക്കുക. പിന്നെ ആണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കുക, കിടക്കുക. പിന്നെ രാത്രി എണീക്കുക, കഴിക്കുക, കിടക്കുക. പിന്നെ പിറ്റേ ദിവസം. ഇതാണ് 2 മാസം 2.5 മാസം ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മളെല്ലാം ചെയ്യുന്നൊരു പിടുത്തമില്ല. മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കണ്ടേ. നിനക്ക് ഏതാ വേണ്ടത്, റെഡോ? രാവിലെ എണീക്കുന്നതിൻ്റെ കാര്യമാണ് മെയിനായിട്ടൊരു മടി. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി പോയപ്പോൾ മേടിച്ച ഒരു ചോക്ലേറ്റിൻ്റെ മിൽക്ക്, ലോ ഫാറ്റ് മിൽക്ക് മേടിച്ച് ഇന്നലെ കുടിച്ചില്ല. കാരണം ഇന്നലെ ഞങ്ങൾ വയറ് നിറഞ്ഞായിരുന്നു. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചിട്ടല്ല, ചോറുണ്ട്. അതുകൊണ്ട് രാത്രിയിൽ അടുപ്പായതുകൊണ്ട് ഇത് ഞങ്ങളുടെ ഫേവറേറ്റാണ്. പിള്ളേർ ഇതൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ പിള്ളേർക്ക് കൊടുക്കത്തില്ല. വേറെ ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് അല്ലാതെ എന്തെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അത് പിള്ളേർക്ക് കൊടുത്തിട്ട് മിൽക്ക് ഷേക്ക് എടുക്കും ചോക്ലേറ്റിൻ്റെ. ഒച്ചയേക്കാം. എന്തായാലും സ്കൂൾ തുറക്കുന്നതുകൊണ്ടൊരു സന്തോഷമുണ്ട് പൈസ കാര്യത്തിൽ. നാളെ മറ്റന്നാൾ സ്കൂൾ തുറക്കുമ്പോഴും കേട്ടോ. അതിൻ്റെ ടെൻഷനിൽ വിശക്കുവാണ് ഞങ്ങൾക്ക്. ഇങ്ങോട്ടേ എന്തിന് ചിലപ്പോൾ മേളപ്പോൾ വരും തോന്നുന്നത്. സമ്മറിനൊക്കെ എവിടെയുള്ള നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അല്ല സ്നേഹം ബാത്റൂമില്ല. ഞാൻ നിങ്ങളെ തന്നെ വന്നത് ഞങ്ങളോട് വരാം. നിങ്ങളിവിടെ ഉണ്ടാവില്ലേ? നിങ്ങളിവിടെ മുകളിലും കാണും. ഇത് റെഡ്, ഇത് ബ്ലൂ ആണ്. ഇതും അത്യാവശ്യം കൊള്ളാം. ബ്ലൂ എന്ന് പറയുമ്പോൾ ടൊമാറ്റോയുടെയാണ്, കെച്ചപ്പിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പം. ഇവിടെ വെക്കേഷൻ തുടങ്ങി. ഇനി ക്ലാസ് അല്ല, ക്യാമ്പുകളാണ്. ക്യാമ്പുകൾ എന്ന് പറയുമ്പോൾ നല്ല ഹാർഡായിരിക്കും. പിള്ളേർ ഭയങ്കര കുസൃതിയായിരിക്കും, വലിയ പിള്ളേരായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ക്യാമ്പുകൾ ഇഷ്ടമില്ലാത്തത്. കുഞ്ഞു മക്കളാണെങ്കിൽ ഓക്കെ, പക്ഷെ വലിയ പിള്ളേരെ കൊണ്ട് പറ്റത്തില്ല. ആടിക്ക് വട്ടിൻ്റെ അസുഖം, വട്ട്. അങ്ങനെ എല്ലാവരും താഴെ വന്നു. നമ്മൾ നാളെ സ്കൂൾ തുറക്കുന്നതിൻ്റെ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യണം. ഫസ്റ്റ് തന്നെ നമ്മുടെ റമദാൻ്റെ ഡെക്കറേഷനൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം സമ്മർ ക്യാമ്പിൻ്റെ ഡെക്കറേഷൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഇയർ സമ്മർ ക്യാമ്പിൻ്റെ കുറച്ച് ഡെക്കറേഷൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ചെയ്യുന്നത് നമ്മൾ മോർണിംഗിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വോളിലോട്ട് ഫിക്സ് ചെയ്യണം. അതോടെ കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ജോലി ഇവിടെ തീർന്നു. എല്ലാവരും ഒരുമിച്ചായതുകൊണ്ട് വലിയ മടുപ്പൊന്നും തോന്നിയിട്ടില്ല.
പിള്ളേരും വന്ന് ക്ലാസ്സിനേക്കാളും കൂടുതൽ നമുക്കിപ്പോൾ ഇഷ്ടം എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോന്ന് ഡെക്കറേറ്റ് ചെയ്യാനും ഫിക്സ് ചെയ്യാനൊക്കെയാണ്. എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നാളെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളത്. കാരണം 2.5 മാസം ചുമ്മാ ഇരുന്നിട്ട് നമ്മളിങ്ങനെ നാളെ പെട്ടെന്നൊരു നിമിഷം 2 ഡേ കഴിഞ്ഞ് സ്കൂൾ തുറക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബ്രെയിനിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ആ ഒരു മെസ്സേജ്. അതുകൊണ്ട് നമ്മളെല്ലാം നല്ല ടെൻഷനിലാണ്. ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. കാരണം നാളെ എനിക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിക്കാണ്. അവധി എടുത്താലോ എന്ന് വരെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ പൈസ വേണ്ടേന്ന് ഓർത്തിട്ടാണ് നമ്മൾ. അല്ലെങ്കിൽ ശരിയാണ്, ആരാണ് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ? എല്ലാവരും പൈസ വേണ്ടേന്ന് ഓർത്തിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെ നോക്കണ്ടേന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഈ ജോലിക്കൊക്കെ പോകുന്നത്. അങ്ങനെ നമുക്ക് കുറച്ച് ജോലിയും കൂടെ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞാൽ ഇന്നത്തെ ജോലി ഇവിടെ തീരും. ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ഓർത്തു നാളെ എങ്ങനെയായാലും സ്കൂൾ തുറക്കാതിരിക്കാൻ. കാരണം ഒരു മിസൈലെങ്കിലും വന്ന് ആർക്കൊന്നും പറ്റാതെ എവിടെയെങ്കിലും ഒന്ന് പൊട്ടുമായിരുന്നെങ്കിൽ സ്കൂളൊക്കെ തുറക്കത്തില്ലായിരുന്നു വരെ നമ്മൾ ചിന്തിച്ചു. പക്ഷെ അങ്ങനെയൊന്നും വരരുത്. എന്തായാലും സ്കൂൾ തുറക്കൂ. ഇനി നമ്മൾ എന്തോ ചിന്തിച്ചിട്ടും കാര്യമില്ല, എന്തൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നാളെ പോകേണ്ടി വരും. ആ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞു. ഈ വാറിൻ്റെ ടൈമിൽ നമുക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മെയിനായിട്ടൊരു കാര്യം പഠിച്ചു. കാരണം ഈ ജോലി ഇല്ലാതെ നമുക്ക് എങ്ങനെ തെമു ഓർഡർ ചെയ്യാൻ പറ്റും? തെമു ആണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്. ഈ ജോലി ഇല്ലാത്ത ടൈമിൽ നമ്മൾ എല്ലാ മാസവും തെമു ഓർഡർ ചെയ്യുമായിരുന്നു. കുറേ ഡ്രസ്സ്, ചെരുപ്പ്, അല്ലാതെ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒത്തിരി സാധനം നമ്മൾ ഓർഡർ ചെയ്യുമായിരുന്നു. പക്ഷേ അതൊന്നും ഈ വാറിൻ്റെ 2 മാസം നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ല. ഓർഡർ ചെയ്തതാണെങ്കിൽ ക്യാൻസലായി പോയിട്ടുണ്ടായിരുന്നു വാറൊക്കെ ആയതുകൊണ്ട്. തെമുവാണ് നമ്മൾ നന്നായിട്ട് മിസ് ചെയ്തൊരു കാര്യം. നിങ്ങൾ ഈ റൂമൊന്ന് ശ്രദ്ധിച്ചോണം. ഇതാണ് ലൈബ്രറി ആൻഡ് ഖുറാൻ എടുക്കുന്ന ക്ലാസ്. ഇവിടെ സത്യം പറഞ്ഞാൽ ക്ലാസ് ഇല്ലാത്ത ടൈമിൽ വരാൻ നല്ല പേടി വരും. എന്തോ ഒരു ജിന്നൊക്കെ വരുന്ന പോലെ തോന്നും. ഇവർ പറഞ്ഞ് പേടിപ്പിക്കുന്നതാണോ എന്നും അറിയത്തില്ല. എനിക്കിവിടെ തന്നെ വരാൻ പേടിയാണ്. നമ്മുടെ ബക്കാല ഓപ്പണായി കിടക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ട് നമുക്ക് ചോക്ലേറ്റ്, ചിപ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളത് എടുക്കുന്നുണ്ട്. മേഡം ഇനി എന്നാണ് അതിന് വല്ല വഴക്ക് പറയുന്നതെന്ന് ഓർക്കുന്നു ഈ നിമിഷത്തിൽ. മേഡം പിടിച്ചാൽ തന്നെ ഒരാളല്ല, നമ്മളെല്ലാവരും കൂടെ പിടിക്കും. അതുകൊണ്ടാണ് ഒരു സമാധാനം. ബിക്കോസ് ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പകുതി എല്ലാവർക്കും കൊടുക്കും. കാരണം പിടിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പിടിക്കണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. അതാണ് ഇവിടുത്തെ റൂൾസ്. മേഡം ചീത്ത പറയാൻ നിൽക്കുമ്പോൾ എല്ലാവരും നിരന്ന് നിൽക്കുമ്പോഴാണ് ഒരു രസം. അപ്പോഴാണ് ഒരു സാറ്റിസ്ഫൈഡ് ആവുന്നത്. അതുകൊണ്ട് എന്ത് പിടിച്ചാലും എല്ലാവരും ഒരുമിച്ചാണ്. പിന്നൊരു സമാധാനം, മേഡം ഇന്നേ വരെ ഒരു നല്ല കാര്യം ഞങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി ഒരു ഗ്രൂപ്പും വിളിച്ചു കൂട്ടിയിട്ടില്ല. എപ്പോഴും ഞങ്ങളെ തെറി വിളിക്കാനും നമ്മുടെ മിസ്റ്റേക്ക് പറയാനും മാത്രമാണ് വിളിച്ചിട്ടുള്ളത്. വിളിക്കുവാണെങ്കിൽ എല്ലാവരെയും കൂട്ടിയാൽ വിളിക്കത്തുള്ളൂ. അതാണ് ഞാൻ കണ്ടതിൽ വെച്ച് മേഡത്തിൻ്റെ നല്ലൊരു സ്വഭാവം. ഈവൻ നല്ലൊരു കാര്യം നടന്നാൽ പോലും ഇന്നേ വരെ അത് പറഞ്ഞിട്ടുമില്ല, അതിനെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുമില്ല. പക്ഷേ ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും ഒരു മോശം നടന്നു കഴിഞ്ഞാൽ അതിനെ വിളിച്ചു കൂട്ടി വലിയ തോതിൽ വഴക്ക് പറയാനാണ് കൂടുതലും മേഡം ശ്രമിച്ചിട്ടുള്ളത്. അതൊരു നല്ലൊരു കാര്യമാണ്. കുഞ്ഞു കാര്യത്തിനാണേലും നമ്മളെ വലിയ നിങ്ങൾ നല്ലതാണ് അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ വലിയ ആൾ കളിക്കും. അതുകൊണ്ടായിരിക്കാം മേഡം അതിന് ശ്രമിക്കാത്തത്. എന്തായാലും നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ ബൈ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് പോയി കിടന്നുറങ്ങുക. നമ്മളെ ഇന്നത്തെ വർക്കുകളെല്ലാം തീർന്നു. ഇനി നമുക്ക് ഉറങ്ങണം, നാളെ ജോലിക്ക് പോകണം. ബൈ ബൈ.